ഇനി നമുക്ക് ദശകം 91 ആരംഭിക്കാം. ഭക്തി മഹത്വം തന്നെയാണ് ഇവിടെ മേൽപ്പത്തൂർ പറയുന്നത്. നമുക്ക് ആദ്യത്തെ ശ്ലോകം വായിക്കാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർമർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യത്താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീനാ സ്ഥിതോ മോഹമാർഗേ ധാവൻ അപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ. ഇത് എന്താ പറയണത് നോക്കാം. ആദ്യം ശ്രീകൃഷ്ണ എന്നുള്ളത് മേൽപ്പത്തൂര് ഭഗവാനെ വിളിക്കുകയാണ്. അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ. എന്നിട്ട് പിന്നെ എന്താ പറയണേ? ത്വത്പദോപാസനം അഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ മർത്യസ്യ ആർത്തസ്യ മന്യേ. അതുവരെയുള്ള അർത്ഥം പറയാം. ത്വത് പദോപാസനം എന്ന് പറഞ്ഞ ത്വത് പറഞ്ഞ അങ്ങയുടെ. മേൽപ്പത്തൂര് ഭഗവാനോട് പറയാണ്, നിന്തിരുവടിയുടെ പദോപാസനം. പദ ഉപാസനം പറഞ്ഞാൽ പാദ സേവ, പാദഭജനം, പാദത്തിനെ ഉപാസിക്കൽ, അതാണ് പദോപാസനം. അപ്പൊ ത്വത് പദോപാസനം, നിന്തിരുവടിയുടെ പാദഭജനം, അഭയതമം, പിന്നൊരു മന്യേ എന്ന് വരുന്നുണ്ട്, അത് അതിൻ്റെ ഒപ്പം പറയാ. അഭയതമം പറഞ്ഞാല് അതായത് ആ ഭയം, പേടില്ലാണ്ട് ഇരിക്കാൻ ഏറ്റവും നല്ല മാർഗം ത്വത് പദോപാസനമാണ് എന്ന് മന്യേ എന്ന് പിന്നീട് പറയുന്നുണ്ട്. എന്ന് ഞാൻ വിചാരിക്കണമെന്ന് മേൽപ്പത്തൂര് പറയാണ്. ആരുടെ ഭയം ഇല്ലാണ്ടാക്കാനാണ്? ഭഗവാന്റെ പാദസേവ വളരെ നല്ലതാണെന്ന് പറയണത്. ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ മാർത്യസ്യ ആർത്തസ്യ. ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ പറഞ്ഞാല് അതായത് മിഥ്യയായിട്ട് ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് ഭ്രമിക്കുന്നവരെ, അവരാണ്, അങ്ങനെയുള്ളവരെയാണ് പറയണത്. ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ അതായത് ഈ അർത്ഥപുത്ര കളത്രാദികളിൽ ഭ്രമിച്ച് ജീവിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് എന്നാണ്. അതായത് ഈ ലോകത്തിൽ കാണുന്ന ഈ പ്രപഞ്ചം ആകെ മിഥ്യയാണ്, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്നാണ് തത്വജ്ഞാനികൾ പറയണത്. ഈ പ്രപഞ്ചം മുഴുവനും മായാകൽപ്പിതം, മായ കൊണ്ട് ഉണ്ട് എന്ന് തോന്നിക്കുകയാണ്. ശരിക്കില്ല, ശരിക്ക് ബ്രഹ്മം മാത്രമേ സത്യം ആയിട്ടുള്ളൂ എന്നാണ് തത്വജ്ഞാനികൾ പറയണത്. ആ പരമസത്യമൊന്നും അറിയാണ്ട് ഞാൻ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ സ്വത്ത് എന്നിങ്ങനെ വിചാരിച്ചിട്ട് ഈ ലൗകികമായിട്ടുള്ള കാര്യങ്ങളിൽ ഭ്രമിച്ച് ജീവിക്കണ ആൾക്കാര്, അതാണ് ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേഃ. അങ്ങനെയുള്ള മർത്യസ്യ ആർത്തസ്യ, ആർത്തസ്യ മർത്യസ്യ, അങ്ങനെ ഈ ലൗകികമായിട്ടുള്ള ഈ കാര്യങ്ങളിലൊക്കെ ഭ്രമിച്ച് ജീവിക്കണ ആർത്തസ്യ മർത്യസ്യ, ആർത്തൻ പറഞ്ഞ ദുഃഖിതൻ, അങ്ങനെയുള്ള ദുഃഖിതനായ മനുഷ്യന്, മർത്യൻ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പൊതുവെ മനുഷ്യൻ എന്ന് പറഞ്ഞാലും ശരിക്കത് മരണമുള്ളവൻ, മർത്യൻ, എ മോർട്ടൽ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ മരണം ഉള്ള മനുഷ്യന്, ദുഃഖിതനായിട്ടുള്ള മനുഷ്യന് ത്വത്പദോപാസനം അഭയതമം മന്യേ, നിന്തിരുവടിയുടെ പാദസേവ തന്നെയാണ് പേടി മാറ്റാനുള്ള ഏറ്റവും നല്ല ഉപായം എന്ന്
അല്ലെങ്കിൽ ഈ അഭയതമം, ബെസ്റ്റ് റെഫ്യൂജ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയാം. അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ആശ്രയം നിന്തിരുവടിയുടെ പാദങ്ങൾ തന്നെയാണ്, പാദസേവ തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നാണ് ഇതുവരെയുള്ള എൻ്റെ അർത്ഥം. എന്നിട്ട് പിന്നെ പറയാണ് വ്യപസരതി ഭയം യേന സർവാത്മന ഇവ. യേന എന്നുണ്ട്. അതുകൊണ്ട്, ആ ഭക്തി കൊണ്ട്, ആ പദോപാസന കൊണ്ട് എന്നാണ്. യേന ഏവ സർവാത്മനാഭയം വ്യപസരതി. ആ നിന്തിരുവടി അതുകൊണ്ട് മാത്രമേ, ആ നിന്തിരുവടിയുടെ പാദഭജനം കൊണ്ട് മാത്രമേ സർവാത്മനാഭയം വ്യപസരതി. സർവാത്മന പറഞ്ഞ എല്ലാ പ്രകാരത്തിലുമുള്ള ഭയം വ്യപസരതി പറഞ്ഞ ഭയം നീങ്ങുകയുള്ളൂ എന്നാണ് പിന്നെ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് യത്താവത് ത്വത്പ്രണീതാനിഹ ഭജനവിധീൻ ആസ്ഥിത. യത്താവത് പറഞ്ഞാല്, യത് താവത് പറഞ്ഞാൽ അക്കാരണത്താൽ തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ത്വത്പ്രണീതാൻ ഇഹ ഭജനവിധീൻ ആസ്ഥിത. അപ്പോ അതിനെ നേരെയാക്കിയിട്ട് ക്രമത്തിലാക്കിയിട്ട് പറയുകയാണെങ്കിൽ, അപ്പോ യത്താവത് അതുകൊണ്ട് തന്നെയാണ് ത്വത്പ്രണീതാൻ ഭജനവിധി. ത്വത് പ്രണീതാൻ മേൽപ്പത്തൊരു ഭഗവാനോട് പറയാണ്, ത്വത് അങ്ങയാൽ പ്രണീതാൻ ഉപദേശിക്കപ്പെട്ടിട്ടുള്ള, നിന്തിരുവടി ഉപദേശിച്ചിട്ടുള്ള ഭജനവിധി, ഭജന രീതികളെ ആസ്ഥിത അതിനെ ആശ്രയിച്ചിട്ടുള്ളവൻ, നിന്തിരുവടി പറഞ്ഞു തന്നിട്ടുള്ള ഭജന രീതികളെ അവലംബിച്ച് ജീവിക്കുന്ന ഭക്തൻ, മോഹമാർഗേ ആവൃതാക്ഷധാവനബി. മോഹമാർഗേ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത വഴിയിൽ, ഇൻ ദി പാത്ത് ഓഫ് ഡെല്യൂഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും. അങ്ങനെ അറിവില്ലാത്ത വഴിയിൽ കൂടി ആവൃതാക്ഷ പറഞ്ഞാലോ, ആവൃതം പറഞ്ഞാൽ മൂടിയ അക്ഷികളോട് കൂടിയവൻ, കണ്ണടച്ചിട്ട് അല്ലെങ്കിൽ കണ്ണും കെട്ടിയിട്ട് എന്നൊക്കെ പറയാം. ആവൃതാക്ഷ കണ്ണടച്ചിട്ട്, ധാവൻ അഭി പറഞ്ഞാല് ഓടുന്നതായാലും എന്നാണ്. അതാണ് ഭജനവിധീനാസ്ഥിത മോഹമാർഗേ ധാവൻ അപ്യാവൃതാക്ഷ സ്ഖലതിത കുഹചിത് എന്നാണ്. അപ്പോ നിന്തിരുവടിയുടെ ത്വത്പ്രണീതാൻ ഭജനവിധീനാസ്ഥിത, നിന്തിരുവടി പറഞ്ഞു തന്നിട്ടുള്ള ഭജന രീതികളെ അവലംബിച്ച് ജീവിക്കണ ഭക്തൻ, മോഹമാർഗേ ആവൃതാക്ഷ ധാവൻ അഭി മോഹമാർഗത്തിൽ കൂടി, അറിവില്ലാത്ത വഴിയിൽ കൂടി കണ്ണടച്ചിട്ട് ഓടുന്നതായാൽ കൂടി, കുഹചിത് നസ്ഖലതി. കുഹചിത് പറഞ്ഞാൽ ഒരു സ്ഥലത്തും ഒരിടത്തും, നസ്ഖലതി തട്ടിത്തടഞ്ഞു വീഴുകയില്ല. ദേവദേവ അഖിലാത്മൻ എന്നുള്ളത് ഏറ്റവും ഒടുക്കം. അത് രണ്ട് തരത്തിൽ ഭഗവാനെ വീണ്ടും വിളിക്കുകയാണ് മേൽപ്പത്തൂര്. ദേവദേവ അത് പറഞ്ഞ ദേവന്മാർക്കും ദേവനായിട്ടുള്ള, എല്ലാ ദേവന്മാരുടെയും ദേവനായ ഭഗവാനെ എന്നാണ് ദേവദേവ പറഞ്ഞാല്. അഖിലാത്മൻ പറഞ്ഞാൽ അഖിലം എല്ലാവരുടെയും ആത്മാവായിട്ടുള്ള ഭഗവാനെ, സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ എന്ന്. അപ്പൊ മൂന്ന് തരത്തിൽ ഭഗവാനെ വിളിക്കുന്നുണ്ട്. ആദ്യം ശ്രീകൃഷ്ണ എന്ന്, പിന്നെ ഏറ്റവും ഒടുക്കം ദേവദേവ അഖിലാത്മൻ. അങ്ങനെ 3 പ്രാവശ്യം ഭഗവാനെ വിളിച്ചിട്ടാണ് മേൽപ്പത്തൂര് ഈ കാര്യങ്ങളൊക്കെ പറയണത്. അപ്പോ അപ്പൊ നമുക്ക് അന്വയമായിട്ട് ഇതിന്റെ അർത്ഥം പറയുകയാണെങ്കിൽ, ഈ 3 സംബോധന ആദ്യമായിട്ട് പറയാ. അഖിലാത്മൻ സർവചരാചരങ്ങളുടെയും അന്തര്യാമിയായിട്ടുള്ള, ആത്മാവായിട്ടുള്ള. ദേവദേവ പറഞ്ഞാൽ ദേവന്മാരെയും അനുഗ്രഹിക്കുന്ന ദേവനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാനെ. ബദ്ധ മിഥ്യാർത്ഥ ദൃഷ്ടേഹേ ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഭ്രമിച്ചിട്ട് ഉള്ള ആർത്തസ്യ മർത്യസ്യ സങ്കടങ്ങൾ അനുഭവിക്കുന്ന
മരണമുള്ള മനുഷ്യന് ത്വത് പദോപാസനം, നിന്തിരുവടിയുടെ പാദഭജനമാണ് അഭയതമം മന്യേ, ഭയമകറ്റാനുള്ള ഉപായങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായത്, ഏറ്റവും നല്ല ഉപായം എന്ന്, പേടിയകറ്റാൻ ഏറ്റവും നല്ലത് ത്വത്പദോപാസനമാണെന്ന് മന്യേ, ഞാൻ വിചാരിക്കുന്നു. ഏന ഏവ, അതുകൊണ്ട് മാത്രമേ, ആ ഭക്തി കൊണ്ട് മാത്രമേ സർവാത്മന ഭയം വ്യപസരതി, എല്ലാ തരത്തിലുള്ള ഭയവും നീങ്ങുകയുള്ളൂ. യത് താവത്, അക്കാരണത്താൽ തന്നെയാണ് ഇഹ, ഇവിടെ ഈ ലോകത്തിൽ ത്വത് പ്രണീതാൻ ഭജനവിധീൻ ആസ്ഥിത, ത്വത് പ്രണീതാൻ നിന്തിരുവടി ഉപദേശിച്ചിട്ടുള്ള ഭജനവിധീൻ ആസ്ഥിത, ഭജന രീതികളെ അവലംബിക്കുന്ന ഭക്തനായിട്ടുള്ള ആള് മോഹമാർഗത്തിൽ കൂടി, അറിവില്ലാത്ത വഴിയിൽ കൂടി, ഇൻ ദി പാത്ത് ഓഫ് ഡെല്യൂഷൻ, ആവൃതാക്ഷ ധാവൻ അഭി, കണ്ണടച്ചിട്ട് ഓടുന്നവനായാൽ പോലും കുഹചിത് നസ്ഖലതി, ഒരിടത്തും തട്ടിത്തടഞ്ഞ് വീഴുകയില്ല. അപ്പൊ എന്താ ഈ ശ്ലോകത്തിൽ ആദ്യം പറഞ്ഞത്? ഈ സംസാര സാഗരത്തില് ഭ്രമിച്ച് മുഴുകി ജീവിക്കുന്ന ആൾക്കാർക്ക് ഭഗവാനെ നിന്തിരുവടിയുടെ ആ പാദസേവ മാത്രമാണ് ആ പേടി സങ്കടമൊക്കെ അകറ്റാനുള്ള ഏറ്റവും നല്ല ഉപായം എന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അതുകൊണ്ട് മാത്രമേ എല്ലാ തരത്തിലുള്ള ഭയം മാറുകയുള്ളൂ എന്നും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു, നിന്തിരുവടി ഉപദേശിച്ചിട്ടുള്ള എന്ന് പറഞ്ഞാല് ഈ മഹത്തായ ഗ്രന്ഥമായ ഈ ഭഗവത്ഗീതയിൽ ഒക്കെ പലതരത്തിലുള്ള ഭജന രീതികളൊക്കെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് അത് പ്രകാരം ജീവിക്കുന്ന ഒരാൾക്ക്, ഭഗവാൻ ഉപദേശിച്ചിട്ടുള്ള ആ ഭജന രീതികൾ അവലംബിച്ച് ജീവിക്കണ ഒരാളാണെങ്കിൽ ഒരു കണ്ണടച്ച് മോഹമാർഗത്തിൽ കൂടി ഓടിയാലും കൂടി വീഴില്ല എന്ന് പറഞ്ഞാല് എന്താ അതിനർത്ഥിച്ചാല്, ഇവിടെ ഈ കണ്ണടച്ചിട്ട് എന്ന് പറഞ്ഞാല് ശരിക്കുള്ള കണ്ണെന്ന് പറയണത് ഈ ശ്രുതി സ്മൃതി ഇതൊക്കെയാണ്. അത്ര വേദങ്ങളും അങ്ങനെ ധർമ്മമാർഗങ്ങൾ, അതിനെയൊക്കെയാണ് ശരിക്കുള്ള രണ്ട് കണ്ണുകളായിട്ട് പറയണത്. നമ്മളുടെ ഈ മാംസചക്ഷുസോടെ നമ്മളുടെ മുഖത്തുള്ള ഈ രണ്ട് കണ്ണുകൊണ്ട് കാണുന്നതൊന്നും സത്യമായി കൊള്ളണമെന്നില്ല. പരമാർത്ഥമായ സത്യം അറിയണമെങ്കിൽ ശ്രുതി സ്മൃതികളൊക്കെ അറിയണം. അപ്പൊ ശരിക്കുള്ള രണ്ട് കണ്ണുകൾ അതാണെന്നാണ്. അപ്പൊ ഇതിൽ ഈ കണ്ണ് കെട്ടിയിട്ട് കണ്ണടച്ച് മോഹമാർഗത്തിൽ ഓടുന്നവൻ എന്ന് പറഞ്ഞാൽ ആ ശ്രുതി സ്മൃതികളിൽ പറഞ്ഞിട്ടുള്ള ധർമ്മമാർഗങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ട് അതൊന്നും അറിയാണ്ട് വേറൊരു വഴിക്ക് സഞ്ചരിക്കുന്നവനായാൽ കൂടി അങ്ങ് ഉപദേശിച്ചിട്ടുള്ള ഭജന രീതികളൊക്കെ അവലംബിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരു വീഴ്ച സംഭവിക്കില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ശ്ലോകം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ശ്രീകൃഷ്ണ ത്വത്പദോപാസനമഭയതമം ബദ്ധമിഥ്യാർത്ഥദൃഷ്ടേർമർത്യസ്യാർത്ഥസ്യ മന്യേ വ്യപസരതി ഭയം യേന സർവാത്മനൈവ യതാവത്വത്പ്രണീതാനിഹ ഭജനവിധീന സ്ഥിതോ മോഹമാർഗേ ധാവന്നപ്യാവൃതാക്ഷ സ്ഖലതി ന കുഹചിത് ദേവദേവാഖിലാത്മൻ.